എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഇടയിലും തേനീച്ച ക്ലാസ് ഒരു ദിവസം വന്നു. അപ്പോൾ ആ ഓണാഘോഷത്തിൻ്റെ തുടക്കത്തിന് മുമ്പ് തന്നെ നമ്മൾ തേനീച്ച പരിപാലനം നടത്തുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ ക്യൂബി ആൻഡ് യൂണിക് ഹണി തേനീച്ച പരിപാലന ക്ലാസ്സിൻ്റെ അംഗങ്ങളും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് ഒരു ആഘോഷം ഇവിടെ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തേനീച്ചേനെ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിരിച്ചു വെച്ച ഒരു 3 പട്ടിയിൽ റാണി വന്നോ എന്ന് നോക്കണം. നോക്കുമ്പോഴത്തേക്ക് അതിൽ റാണി വന്നിട്ടുണ്ട്. എല്ലാവരിലും 3ലും റാണി വിജയിച്ച് വന്നിട്ടുണ്ട്. റാണിമുട്ട നമ്മൾ റാണി സെല്ല് കൊടുത്താണ്. വേറൊരു പട്ടിയിൽ നിന്ന് എടുത്തിട്ട് റാണി സെല്ല് നമ്മൾ ഈ പട്ടിക്ക് കൊടുത്തു. അപ്പോൾ അത് 3ലും വിജയിച്ചിട്ടുണ്ട്. 3ലും റാണി വന്നിട്ടുണ്ട്. റാണീനെ നമ്മൾ കണ്ടില്ല, എന്നാലും നമ്മൾ അത് പുതിയ അട കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. റാണി വന്നെങ്കിൽ അല്ലെങ്കിൽ റാണീനെ കണ്ടാൽ മാത്രമേ പുതിയ അട കെട്ടാൻ തേനീച്ച സ്റ്റാർട്ട് ചെയ്യൂ. അല്ലെങ്കിൽ റാണി ചിലപ്പോൾ നമ്മൾ കൊടുത്ത തേനീച്ച മുട്ട ക്യൂൻസെൽ അത് പരാജയപ്പെട്ടു. അതാ ഇത് കാണുന്നുണ്ടല്ലോ, ഈ തേനീച്ച കോളനി നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ല റാണി റെഡി ആയിട്ടുണ്ട് എന്ന്. റാണീനെ നമ്മൾ കണ്ടില്ലെങ്കിലും റാണി ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ആ ചെറിയ അടകൾ അവർ റെഡിയാക്കൂ. അപ്പോൾ ഒരു 10-15 ദിവസത്തിനുള്ളിൽ റാണി മുട്ടയിടാൻ തുടങ്ങും. ഇണ ചേർന്ന് വന്ന് മുട്ടയിടാൻ തുടങ്ങും. റാണി ഇണ ചേരുന്നത് എവിടെ പറഞ്ഞാൽ ആകാശത്തിലാണ്. 150 അടി ഉയരത്തിൽ പോയിട്ടാണ് ഇണ ചേരുന്നത്. 4-5 ആണീച്ചകളുമായിട്ട് ഇണ ചേരും. ആ 5 ആണീച്ചകളും അപ്പോൾ ചത്തു വീഴും. ഇണ ചേർന്ന ഉടനെ ചത്തുപോകും. അവർ ബീജം കംപ്ലീറ്റ് തേനീച്ചയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. അപ്പോൾ ആ തേനീച്ച ഓട്ടോമാറ്റിക്കായിട്ട് ചത്തുപോകും. അതുപോലെയാണ് നമ്മളെ തേനീച്ച, ഏതെങ്കിലും ഒരു തേനീച്ച നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ ആ തേനീച്ച അപ്പം തന്നെ മരിച്ചു പോകും. അതേപോലെയാണ് ഇണ ചേരുമ്പോഴും. അത് മീറ്റിംഗ് നടത്തിയ ഉടനെ അവർ പറന്ന് ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ ചാവും. റാണി സ്ലോ മോഷനിൽ നമ്മളെ തേനീച്ചയുടെ കൂടിലേക്ക് കയറും. പിന്നീട് ഒരു 10-15 ദിവസത്തിനിടക്ക് മുട്ടയിടാൻ തുടങ്ങും റാണി. അങ്ങനെയാണ് ഈ തേനീച്ച ക്ലാസ് നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആ തേനീച്ച റാണിമുട്ട വിരിഞ്ഞ റാണിമുട്ടയുടെ ആ ഒരു ട്യൂൺസെല്ലാം നമ്മളപ്പോൾ അവിടെ കണ്ടത്. അത് ശരിയായ രീതിയിൽ റാണി പുറത്ത് വന്നാൽ അതിനെ ശരിക്കും അടപ്പ് തുറന്നിട്ട് അതിൻ്റെ ഗേറ്റ് തുറന്ന പോലെ തുറന്നിട്ട് റാണി താഴോട്ട് വരും. അല്ലെങ്കിൽ ഇടയിൽ കടിച്ച് കീറി കൊല്ലുകളി. ബാക്കിയുള്ള ഒരു റാണിമുട്ട വിരിഞ്ഞ ബാക്കിയുള്ള എല്ലാ റാണിമുട്ടേനും അവർ കൊന്നുകളി. നമ്മളിതിൽ 3 എണ്ണത്തിലും ഓരോ റാണിമുട്ടയാണ് നമുക്ക് കൊടുത്തത്. അപ്പോൾ 3 റാണിമുട്ടയും വിജയിച്ചു എന്നുള്ള ഒരു ഇതാണ് നമുക്ക് തേനീച്ച പെട്ടി പരിശോധിക്കുമ്പോൾ. ഇന്നത്തെ ഈ ഓണാഘോഷത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈ 3 പെട്ടി മാത്രമേ ഇന്ന് പരിശോധിച്ചിട്ടു. ബാക്കി പ്രാക്ടിക്കൽ ക്ലാസ് വേറെ ഒന്നും എടുത്തില്ല. പിന്നെ ഇനി ലായനി കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ പെട്ടിക്കും അടിപ്പല വൃത്തിയാക്കി അതിലേക്ക് സർജിക്കൽ മെഡിസിൻ ഇട്ടിട്ട് അത് തേനീച്ചക്ക് വരുന്ന പേൻ വരുന്നതിന് വേണ്ടി നമ്മൾ സർജിക്കൽ മെഡിസിൻ ഇട്ടിട്ട് നമ്മളത് കുറച്ച് ഉതിർക്കും. അപ്പോൾ തേനീച്ചക്ക് അത് ദോഷമില്ല. പക്ഷേ തേനീച്ചക്ക് ഉള്ളിൽ വരുന്ന മൈറ്റുകൾക്കെല്ലാം വളരെ ദോഷമാണ്. ആ മൈറ്റുകളെല്ലാം ചത്തുപോകും. ആ മെഡിസിൻ സൾഫർ പറഞ്ഞാൽ ഗന്ധകമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഗന്ധകം എന്ന് പറയും. ഈ ഗന്ധകം ലേശം അടിപ്പലകൾക്ക് മുകളിലായിട്ട് ലേശം തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ പേനെല്ലാം ഉണ്ടെങ്കിൽ അത് ചത്തോളും. അല്ലാതെ വേറെ നമ്മളിപ്പോൾ ഒരു മണം ഉള്ള എന്തെങ്കിലും വെളുത്തുള്ളിയോ, ചില ആൾക്കാർ പറയും വെളുത്തുള്ളി ഇടണം തേനീച്ച പെട്ടിയിടാലേ. വെളുത്തുള്ളിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഈ മണം ഒന്നും തേനീച്ചക്ക് പിടിക്കില്ല. നമ്മൾ എന്തെങ്കിലും മണത്തിലുള്ള സാധനം നമ്മൾ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അവർ തേനീച്ച കൂടെ ഒഴിഞ്ഞു പോയി കളയും. അപ്പോൾ നമ്മൾ ആ തേനീച്ചക്ക് ഗുണകരമായ സാധനങ്ങൾ മാത്രമേ നമ്മൾ മരുന്നായിട്ട് അതിൻ്റെ അടിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് കുറേശ്ശെ ലായനി കൊടുക്കണം. റാണി വരുന്നവരെ അവർ വലിയ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ പ്ലേറ്റിൽ അതിൻ്റെ ഉള്ളിൽ 35 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അവർക്ക് ചൂട് നിയന്ത്രിക്കണം. അപ്പോൾ നമ്മൾ ഈ സൂപ്പറും എല്ലാം വെച്ച് കഴിഞ്ഞാൽ തേനീച്ച കുറവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചിറകടിച്ചിട്ട് അവർ തളർന്നു പോകും. അതിൻ്റെ ഉള്ളിൽ താഴത്തെ ബ്രോഡ് ചേമ്പറിൽ ചിറകടിക്കേണ്ടതിന് പകരം ഇപ്പോൾ ഹണി ചേമ്പർ വെച്ചു. ആ ഹണി ചേമ്പറിൻ്റെ ഉള്ളിലേക്കും ചിറകടിച്ചിട്ട് അവർ തളർന്നു പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഹണി ചേമ്പർ, ഈ തേൻ കുടിച്ചപ്പാട് ഹണി ചേമ്പർ മാറ്റിയിട്ട് അതിൽ ചെറിയൊരു പ്ലാസ്റ്റിക് പ്ലേറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഈ അടപ്പിൻ്റെ അകത്തേക്ക് കൊള്ളുന്നത് ആ രീതിയിലേക്ക് മാത്രമേ നമ്മൾ ഈ ലായനി കൊടുക്കാൻ പാടുള്ളൂ. ഇത് കുടിച്ചു കഴിഞ്ഞപ്പാട് ഇത് എടുത്ത് മാറ്റണം. ഈ ചിരട്ടിയും ഈ മുകളിലത്തെ സൂപ്പറും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ചൂട് നിയന്ത്രിക്കാൻ വളരെ ഉപകാരപ്പെടും. 35 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് അവർ ചൂട് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ചിറകടിച്ചിട്ട് അവർക്ക് ഇത്